ഒരു സിനിമയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാടാ നടക്കണേ? മോഹൻലാൽ വരെ മാപ്പ് പറ. കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ കട്ട്. എമ്പുരാൻ എന്തി വർഗീയവാദികളുടെ കരണത്തേറ്റ അടിയാണ് എമ്പുരാൻ. സിനിമയായി കാണണമെങ്കിലും എമ്പുരാൻ സിനിമ തുറന്നു കാട്ടിയത് ചില സത്യങ്ങളെയാണ്. ഇത് ബാബു ബജ്രംഗി ഗുജറാത്ത് കലാപത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായി കരുതപ്പെടും. നരോദ പാട്യ കൂട്ടക്കൊലയിൽ 36 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും 96 പേരെയും കൊന്നൊടുക്കിയത് മതത്തിന്റെ പേരിലാണ്. ജീവപര്യന്തം അനുഭവിച്ചു കൊണ്ടിരുന്ന ഇവൻ ഇപ്പോൾ പരോളിലാണ്. രാജാക്കന്മാരെ വർഗീയവാദികളാവുമ്പോൾ ഇവൻ എന്തിന് പേടിക്കണം? മോഹൻലാൽ മാപ്പ് പറഞ്ഞു. അടുത്തത് പൃഥ്വിരാജും കൂടി വരുമായിരിക്കും. ഇനി എമ്പുരാൻ മാറ്റി ഏഴാം തമ്പുരാനാക്കും. ഇനി ഈ 96 പേരെ കൊന്ന് അതൊരു സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം. സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയ എല്ലാ നേതാക്കൾക്കും വർഗീയത നിറഞ്ഞ അഭിവാദ്യങ്ങൾ.